മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 64 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനം ഈശോ നൽകുമ്പോൾ വളരെ പേര് ഇത് ദഹിക്കാതെ അവന്റെ അരികിൽ നിന്ന് വിട്ടുപോയി എന്ന് കാണുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകണമോ? അപ്പോൾ പത്രോസ്ലീഹ ചോദിക്കാം, നിത്യജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലാണല്ലോ ഉള്ളത്, നിങ്ങൾ ആരുടെ അരികിലേക്ക് പോകും? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാ, നമ്മൾ കർത്താവിന്റെ അരികിൽ നിന്ന് വിട്ടുപോകുന്ന ചില അനുഭവങ്ങൾ. കാരണം നമുക്ക് കർത്താവ് പറയുന്ന പലതും ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പലതും നമുക്ക് ദഹിക്കുന്നുമില്ല. കർത്താവിന്റെ പാഠങ്ങൾ ഇതാരെ കൊണ്ട് പറ്റും? ഇതൊക്കെ അനുസരിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞ് പലരും ഈശോയിൽ നിന്ന് അകന്നു പോകുന്നില്ലേ? ഈ കാലഘട്ടത്തിലെ യുവജനത, ഈ കാലഘട്ടത്തിലെ പല മക്കളും കർത്താവിന്റെ അരികിൽ നിന്ന് മാറിപ്പോകുന്നതിന്റെ കാരണം എന്താ? കർത്താവ് വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദഹിക്കുന്നില്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് ജീവിതത്തിൽ ഏറ്റുവാങ്ങിയാല് ആ ജീവിതം നയിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യമില്ല. അതുകൊണ്ട് കർത്താവിന്റെ വഴികളിൽ നിന്നും മാറി ജീവിക്കുന്ന ഒരു ഒത്തിരിയേറെ പേര് ഈ കാലഘട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്നാണോ നമ്മൾ നടക്കുന്നത്? കർത്താവിന്റെ വചനമനുസരിച്ചാണോ നമ്മൾ നടക്കുന്നത്? ജഡികമായ ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മളെങ്കിൽ, ജഡികമായ പ്രവർത്തികൾ ചെയ്ത് നടക്കുന്നവരാണ് നമ്മളെങ്കിൽ, കർത്താവിൽ നിന്ന് അകന്നു നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരെപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കും, വിശുദ്ധമായ ഒരു ജീവിതം അവർ നയിക്കുകയും ചെയ്യും. കാരണം വിശുദ്ധി കൂടാതെ കർത്താവിന്റെ അരികിലെത്താനായിട്ട് ആർക്കും സാധിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്നവൻ കർത്താവാ. കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കും നമ്മൾ ആരും കരുതരുത്. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് കർത്താവാ. കർത്താവിനെ അറിയുള്ളൂ നമ്മുടെ ജീവിതത്തിന് എന്താ ആവശ്യമെന്ന്. ഓരോ കാലഘട്ടത്തിലും ഓരോ ദിവസത്തിലും നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യം എന്തെന്ന് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. ആ കർത്താവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കർത്താവിന് മാത്രമേ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ കർത്താവിന്റെ വചനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് നമ്മുടേതായ വഴികളിലൂടെ നടന്നു കഴിഞ്ഞാൽ, ജഡികമായ പ്രവണതകൾക്കനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ അനുഗ്രഹം വാങ്ങാനായിട്ട് പറ്റുകയില്ല. അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ജഡിക മനുഷ്യരായിട്ട് ജീവിക്കുകയാണോ നമ്മൾ? അത് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ? കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ജീവിത വഴികളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാനങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ ദുരാത്മശക്തികളും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.